രഹസ്യാന്വേഷണ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിഗൂഢതയായ സുകുമാരക്കുറുപ്പിനെ തേടി ക്രൈംബ്രാഞ്ച് അന്വേഷണം വീണ്ടും ഊർജിതമാക്കിയിരിക്കുകയാണ്. നാടിനെ നടുക്കിയ മാവേലിക്കര ചാക്കോ വധക്കേസ് നടന്ന് നീണ്ട 42 വർഷങ്ങൾക്ക് ശേഷമാണ് കേസ് ഫയലുകൾ പുനഃപരിശോധിക്കാൻ ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘം തീരുമാനിച്ചിരിക്കുന്നത്. സ്വന്തം പേരിലുള്ള ലക്ഷങ്ങളുടെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ വേണ്ടി തന്നോട് സാദൃശ്യമുള്ള ചാക്കോ എന്ന യുവാവിനെ സുകുമാരക്കുറുപ്പും കൂട്ടാളികളും ചേർന്ന് കാറിലിട്ട് ക്രൂരമായി കത്തിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. 1984 ജനുവരി 5 നടന്ന ഈ ദാരുണ കൊലപാതകത്തിൽ സഹപ്രതികളെല്ലാം പിടിയിലായെങ്കിലും സുകുമാരക്കുറുപ്പ് മാത്രം വഴുതിമാറി. പതിറ്റാണ്ടുകളായി ഒളിവിൽ കഴിയുന്ന കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന കാര്യത്തിൽ ഇന്നും ദുരൂഹത തുടരുകയാണ്. അത്യാധുനിക ഫേസ് മാപ്പിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കുറുപ്പിന്റെ ഇപ്പോഴത്തെ സാങ്കല്പിക രൂപം നിർമ്മിച്ച് വിദേശ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്താരാഷ്ട്ര ഏജൻസികളുടെ സഹായത്തോടെ അന്വേഷിക്കാനാണ് പുതിയ നീക്കം. ഇതിനൊപ്പം പഴയ കേസ് ഡയറിയിലെ വിട്ടുപോയ ചെറു സൂചനകൾ പോലും വീണ്ടെടുക്കാനും വിദേശ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്താരാഷ്ട്ര ഏജൻസികളുടെ സഹായത്തോടെ വിവരങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യാനും ക്രൈംബ്രാഞ്ച് നീക്കം ആരംഭിച്ചിട്ടുണ്ട്. അക്കാലത്ത് വലിയ രാഷ്ട്രീയ സാമൂഹിക തരംഗങ്ങൾക്ക് കാരണമായ ഈ കേസിന്റെ പുനരന്വേഷണം വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്നുറപ്പാണ്.